മഴക്കാലത്താണ് നമ്മളിപ്പോൾ കേട്ടോ. നമ്മൾ ഈ വഴി പോയാൽ പക്ഷിപാതാളം എന്നൊരു ഭാഗമുണ്ട് ഇവിടെ താഴെ. അത് കാണാമെന്ന് വിചാരിച്ച് നമ്മൾ പോകുന്നത്. പക്ഷേ ഈ താഴോട്ടുള്ള കാഴ്ചകൾ നോക്കിയേ എത്ര മനോഹരമാണ്. വളരെ മനോഹരമായൊരു കോട്ടേജ് ഉണ്ടോ. ബ്രിട്ടീഷുകാർ കണ്ട് പണിതിട്ട് പോയതാണിത് കേട്ടോ. അതേ മാതൃകയിൽ തന്നെ അത് ഇപ്പോഴും നിൽക്കുകയാണ്, ചെറിയ ചെറിയ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തിട്ട്. ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെ ഒരുപാട് പഴയ കെട്ടിടങ്ങൾ കാണാം കേട്ടോ. ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ചിലതിലെല്ലാം ആൾതാമസമുണ്ട്, ചിലതിൽ നിന്നും ആൾതാമസം അങ്ങനെ ഇല്ല. ഇത് കാഞ്ഞാറ് തൊടുപുഴയൊക്കെ പോകുന്ന വഴിയാണ്. ആ നേരെ കാണുന്നുണ്ടോ, അത് ഇല്ലിക്കക്കല്ലാണ്. കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിപ്പോൾ വന്നു നിൽക്കുന്ന സ്ഥലം വാഗമണിലെ ചുംബനവനമെന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇത് ചുംബനവനമെന്ന് പറഞ്ഞാൽ ആ മുകളിലൊരു മല കാണുന്നുണ്ടോ, അതാണ്. അങ്ങോട്ടാണ് കയറി പോകേണ്ടത്. അവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകൾ അപ്പുറത്തോടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആ വഴിക്കൊന്ന് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരാം. അതിൻ്റെ അപ്പുറത്തെ സൈഡ് പക്ഷിപാതാളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതും ഒത്തങ്ങി നമുക്കൊന്ന് കണ്ടുവരാം. ആ മലയിലേക്ക് കയറിപ്പോകാനുള്ളൊരു വഴിയാണത്. അവിടെ ഒന്ന് രണ്ട് വാഹനങ്ങളൊക്കെ കിടപ്പുണ്ട്. പോയിട്ട് ഇറങ്ങി വരുന്ന ആൾക്കാരെയും കാണാം. അതിൻ്റെ മുകളിലൊക്കെ മരത്തിൻ്റെ ചോട്ടിലൊക്കെ ആയിട്ട് ആൾക്കാർ, ചെറിയ ചെറിയ മരങ്ങളുണ്ട്, അതിൻ്റെ ചോട്ടിലൊക്കെ ആയിട്ട് ആൾക്കാർ അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാം. അതായത് നമുക്കും കൂടെ അവിടെ കയറി ചെന്ന് അവിടുത്തെ കാഴ്ചകൾ കണ്ട് തിരിച്ചു വരാം. നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് ഈ വഴിക്കും പോകാം. പിന്നെ ഇങ്ങനെ ഇവിടെ ഒരു ഓഫ് റോഡ് ഉണ്ടോ, ഇത് ജീപ്പൊക്കെ കയറി പോകുന്നതാണേ. ആ വഴിക്കും പോകാം. അപ്പോൾ നമുക്ക് ഇതിലേ പോയിട്ട് അതിലേ ഇറങ്ങി വരാം. ഓഫ് റോഡ് ജീപ്പുകാർ പോയിട്ടുണ്ടല്ലോ, ഇതിലെല്ലാം നല്ല പാറപ്പുറത്തോടെ ടയറെല്ലാം ഉരഞ്ഞിടക്കുന്ന പാടാണ് കേട്ടോ. ഒരു നല്ല കയറ്റമാണ് മുകളിലോട്ട്. നമ്മൾ കയറി വന്ന വഴിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ കണ്ടോ. അങ്ങ് അകലെ അവിടെ ഒരു റിസോർട്ടോ മറ്റോ എന്തോ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ നടുവിൽ വാഗമൺ കാഞ്ഞാറ് തൊടുപുഴ റോഡ് നമുക്ക് കാണാം. ജീപ്പുകാർ പോകാൻ വേണ്ടി വഴി ഉണ്ടാക്കിയിട്ടിരിക്കുന്നുണ്ടോ. ഇവരെന്ത് മെനക്കെട്ടുണ്ടാവില്ലേ ഇതുപോലെ വഴിച്ചാലം ഉണ്ടാക്കാൻ. ഇതാ നല്ല ഒന്നാം തരം ഓഫ് റോഡാണേ. ഇപ്പോൾ ഒരു ജീപ്പൊക്കെ ഇറങ്ങി വരുന്നൊരു കാഴ്ചയൊക്കെ കാണുവാണെങ്കിൽ കാണാനൊരു പ്രത്യേക ഭംഗിയായേനെ. ജീപ്പ് അവിടെ നിന്ന് കൂടി ചാടിക്കയറുമോ, അങ്ങനെ ആയിരിക്കും അല്ലേ. നമ്മൾ താഴെക്കൂടെ വന്ന റോഡാണ് ആ കാണുന്നത്. അവിടെ ആ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ അല്ലേ. ഈ ഓഫ് റോഡ് അങ്ങനെ മേളിലോട്ട് പോവാണ് കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതാ ഇതിലെ ഇവിടെ ഇടയ്ക്കുന്ന വഴി മാറുന്നുണ്ടേ. നടപ്പ് വഴി ഇതിലേ വരുന്നുണ്ട്. വെറുതെ നമ്മൾ അതിലെ ഒത്തിരി കയറ്റം കയറിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഈ വഴി പോവാം. ഇതിലെ അങ്ങനെ പ്രത്യേകിച്ച് വഴിയെന്ന് പറയാനൊന്നുമില്ല. കാണുന്ന ഭാഗത്തൂടെയൊക്കെ കയറി അങ്ങ് നടക്കും, അത്ര തന്നെ. ഇതിലേയും ഓഫ് റോഡുകാരുടെ ഒരു വഴിയാന്ന് തോന്നുന്നു. ചിത്തീതിൻ്റെ ചെടികളൊക്കെ ഉണ്ട്, പക്ഷേ അതിന് കായൊന്നും കാണുന്നില്ല. ഇതിലെ വരുന്നവർ അതിൻ്റെ പൂ വരെ പറിച്ചുകൊണ്ട് പോകും. ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ദൂരെയായിട്ട് ഒരുപാട് നല്ല മലനിരകൾ, അതിൻ്റെയൊക്കെ ഒരു ഷേപ്പ് എന്താ പറയുക, നല്ല ഭംഗിയല്ലേ കാണാൻ. ഇവിടെ വന്നപ്പം ചൂട് കുറഞ്ഞു കേട്ടോ. ഒരു കാറ്റുണ്ട്, നൈസായിട്ട് തണുത്ത കാറ്റ്, അതുകൊണ്ട് ചൂട് കുറവ്. ഇതും ജീപ്പുകാർ കയറുന്ന വഴി തന്നെയാണ് കേട്ടോ. ഇവിടെ മണ്ണാണെന്ന് മാത്രം, അപ്പുറം കല്ലാണെങ്കിൽ ഇവിടെ മണ്ണാണ്. ഇവിടെ കയറി വന്നപ്പോഴേ
വലിയൊരു ചൂടൊന്നും അനുഭവിക്കുന്നില്ല. കാരണം നല്ല കാറ്റിങ്ങനെ അടിക്കുന്നുണ്ടേ, അതുകൊണ്ടാണ്. പക്ഷെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ. കുറച്ച് നേരം ഇവിടെ മരത്തിൻ്റെ ചോട്ടിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് പോകാൻ നമുക്ക് തോന്നും കേട്ടോ. ഞാൻ ആ കയറ്റം കയറിയതിൻ്റെ ഒരു ചെറിയ കിതപ്പ് പോലെയൊക്കെ വരുന്നുണ്ട്. ഈ കൊച്ചു മരച്ചില്ലകളുടെ ഇടയിൽ കൂടെ ആ മലനിരകളൊക്കെ കണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കി. അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ കുറേ വഴികളും വലിയ പാറക്കെട്ടുകളും. ഇതിലേ ഇങ്ങനെ മുന്നോട്ടൊരു വഴിച്ചാൽ കാണുന്നുണ്ടേ. അപ്പോൾ നമുക്ക് ഇവിടെ ചെന്ന് അപ്പുറത്തോട്ടൊന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മറുപുറമായിരിക്കും മിക്കവാറും പക്ഷിപാതാളം. നമ്മൾ ഈ പോകുന്ന വഴി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായൊരു കാഴ്ച കാണാൻ സാധിക്കും കേട്ടോ. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. അതൊക്കെയാണ് ഈ വാഗമണിലെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം നമുക്ക് ഈ പാറപ്പുറത്ത് കയറണം. പാറപ്പുറത്ത് കയറി കഴിയുമ്പോഴേ നമുക്ക് ആ കാഴ്ചകൾ കാണാൻ സാധിക്കുകയുള്ളൂ. വളരെ വിശാലമായി നിരന്ന് കിടക്കുന്നൊരു പാറ. ഇതിൻ്റെ അപ്പുറം എങ്ങനെയാണോ, കുഴിയാണോ. ഇവിടുന്ന് കാണാവുന്ന കാഴ്ച ഞാൻ കാണിച്ചു തരാം. അത് കണ്ടോ, ആ കാണുന്നതാണ് പക്ഷിപാതാളം എന്ന് പറയുന്നത് കേട്ടോ. അതിലെ പോയിട്ട് റോഡ് സൈഡിൽ കൂടെ കയറി കഴിഞ്ഞാൽ അതിൻ്റെ വിളുമ്പത്ത് പോകാം. പക്ഷേ ഒറ്റയ്ക്കൊന്നും നമ്മൾ അങ്ങോട്ട് പോകുന്ന ഒരിക്കലും ഒരു ഭംഗിയായ കാഴ്ചയല്ല, ഒരു യാത്രയുമല്ല. ഇവിടുന്ന് ദൂരത്ത് കാണാനും അത് വലിയ കുഴപ്പമില്ലാത്തൊരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നുന്നത്. അതിനോട് ചേർന്ന് നമ്മുടെ ഇല്ലിക്കക്കല്ല് നിൽക്കുന്നുണ്ടോ. അതാ ഇല്ലിക്കക്കല്ല്. കാലാവസ്ഥ ഇങ്ങനെ ഒരു മൂടൽ പോലെ ഇവിടെ ഉള്ളതുകൊണ്ട് അത്ര വ്യക്തമായിട്ട് കാണത്തില്ല. സൂം ചെയ്താൽ മഹാബോറായിരിക്കും ആ കാഴ്ച. അപ്പം നമുക്കിങ്ങനെ കാണുന്നതാണ് ഇച്ചിരി കൂടെ ബെറ്റർ. അതാണ് പക്ഷിപാതാളം. ഇവിടുന്ന് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് താഴോട്ടൊന്ന് പോയി നോക്കാവേ. കുറച്ചും കൂടെ താഴോട്ട് പോയി നോക്കിയാൽ നമുക്ക് അതിൻ്റെ അടിവാസത്തെ കാഴ്ചകൾ എന്താണെന്ന് അറിയാൻ പറ്റും. കുറച്ച് താഴോട്ട് നടക്കാനുണ്ട്. ഇവിടെ മൊത്തത്തിൽ പാറയാണ് കേട്ടോ, നിരന്ന പാറയാണ്. വാഗമൺ കാഞ്ഞാറ് റോഡാണത് കേട്ടോ. അവിടെ വാഹനങ്ങളൊക്കെ എന്താണോ സ്റ്റക്കായി കിടക്കുകയാണ്. ഇപ്പുറത്തെ വളവിൽ റോഡ് ശകലം മോശമാണ്, അതുകൊണ്ടായിരിക്കും. ആ റോഡ് അങ്ങനെ പോകുന്നുണ്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ അടിവശം ഉണ്ടല്ലോ, ഇവിടെ അഗാധമായ ഗർത്തമാണേ. നമുക്ക് അങ്ങോട്ട് ഇച്ചിരി ഇറങ്ങിപ്പോകുന്ന വെച്ചാൽ അവിടെ പുല്ലാണ്. ചവിട്ടി തെന്നിപ്പോയാൽ പിന്നെ അങ്ങ് താഴെ കുഴിയിലേക്ക് പോയെന്ന് കൂട്ടിയാൽ മതി, പിന്നെ കിട്ടത്തില്ല. നമുക്കിവിടെ നിന്നാണ് മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ആ മലയിൽ കൂടെ കുറേ റോഫ് റോഡുകളും അതിനിപ്പുറത്ത് ആ പക്ഷിപാതാളം കണ്ടോ. അതാണ് ഞാൻ പറഞ്ഞ മേളിൽ നിന്ന് പറഞ്ഞ പക്ഷിപാതാളം. പക്ഷികളൊക്കെ വന്നിങ്ങനെ ഊളിയിട്ട് താഴോട്ട് പോകും ആ ചെരുവ് വഴിയെ. അതിനാണ് ഈ പക്ഷിപാതാളം എന്ന് പറയുന്നത്. ഒരു തൂക്കിനങ്ങ് ഇറങ്ങിപ്പോവും. പരുന്ത്, വലിയ വലിയ പക്ഷികളൊക്കെ. കുഞ്ഞു പക്ഷികൾ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിനോട് ചേർന്ന് നമ്മുടെ ഇല്ലിക്കക്കല്ല് നമുക്ക് കാണാം കേട്ടോ. അതുപോലെ തന്നെ ഈ താഴെക്കൂടെ കണ്ടോ ഒരു റോഡ് കണ്ടോ, ഒരു മൺ റോഡ് കിടക്കുന്നത്. ആ റോഡെ കുറേ ഇങ്ങോട്ട് വന്നാൽ അവിടെ ഒരു ചെരുവാണ്. ഈ രണ്ട് മലയ്ക്കിടയ്ക്കായിട്ട് ഒരു പതാല് പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണിത്. ഈ സൈഡൊക്കെയും ഭയങ്കര അഗാധമായ ഗർത്തങ്ങളാണ് കേട്ടോ. നമുക്ക് ഈ സൈഡ് വഴി ഒന്നും പോകാൻ പറ്റത്തില്ല. അവിടെയൊക്കെ തൂക്കിന് താഴോട്ട് കുഴിയാണേ. ഇപ്പം നമ്മൾ ആ മോളിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. എങ്ങനെയുണ്ട് എൻ്റെ പിന്നിലുള്ള പക്ഷിപാതാളത്തിൻ്റെ കാഴ്ചകൾ? അത് നമുക്ക് അപ്പുറത്തൂടെ കയറി ചെന്നാലും ആ ഒരു വിളുമ്പ് വരെയൊക്കെ പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഒറ്റയ്ക്കതിലേ പോകുന്നത് അത്രത്തോളം ഭംഗിയല്ല. ഇങ്ങനെയുള്ള സ്ഥലത്തൂടെയൊക്കെ നമ്മൾ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കൂട്ടത്തിൽ ഒരാളും കൂടെ വേണ്ടതാണ്. വളരെ അപകടം പിടിച്ച മേഖലയാണ് ഇവിടെയൊക്കെ. താഴേക്കൊക്കെ തൂക്ക് കുത്തി ചെരുവാണ്. ചെരുവെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചെരുവല്ല, നേരെ കട്ടിക്ക് താഴോട്ട്. അപ്പുറത്ത് ആ മലയാളം നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ. അപ്പം അങ്ങനെ ഇറങ്ങിയ കൈയും കാലൊക്കെ തെന്നിക്കഴിഞ്ഞാൽ നമ്മൾ അഗാധമായ കുഴിയിലേക്കാണ് പോകുന്നത് കേട്ടോ. അവിടെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, നല്ലതല്ലേ. ഇനി നമുക്ക് അപ്പുറത്തെ ഭാഗത്തേക്ക് പോകാം. ഇവിടെ ഇനിയിപ്പോൾ വേറെ കാഴ്ചകളൊന്നും തന്നെ കാണാനില്ല. അപ്പുറത്ത് പോയാൽ
നമ്മളെ വാഗമണിൻ്റെ ആ സൈഡിലെ കാഴ്ചകൾ കുറച്ച് ആ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു. വെയിലാണെങ്കിലും ഈ പാറപ്പുറത്ത് നിന്നാൽ നല്ല ഒരു കാറ്റൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ഒരു കിഴക്കൻ കാറ്റോ പടിഞ്ഞാറ് കാറ്റോ ഒക്കെയാണ് വരുന്നത്. പക്ഷെ അതിന് നല്ല തണുപ്പാണ്. ഈ കാലാവസ്ഥയുടെ ചൂടൊന്നും നമ്മൾ അറിയുന്നേ ഇല്ല. അപ്പോൾ നമുക്കിനി ഇതാ അപ്പുറത്തൊരു പച്ചത്തുരുത്ത് പോലെയൊക്കെ കാണുന്നുണ്ടോ, അതിലേ ഒന്ന് പോവാം. പച്ചത്തുരുത്തല്ല, ശരിക്കും പറഞ്ഞാൽ ഈ മലയുടെ മുകളിൽ ആകെപ്പാടൊരു പച്ചപ്പ്, ഒരു തുരുത്ത് പോലെ ചെറിയൊരു കാട്. അതെന്തോ അത് മാത്രം കൂടെ ബാക്കിയായി നിന്നു. പിന്നെ ഇവിടെയുള്ള മരങ്ങൾക്കൊക്കെ പൊതുവെ പൊക്കം കുറവാട്ടോ. അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ശക്തമായ കാറ്റുണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഈ മരത്തിൻ്റെയൊക്കെ തലപ്പിങ്ങനെ പോകുന്നതാണ്. അധികം പൊക്കമുള്ള മരങ്ങളൊന്നും ഇവിടെ ഒന്നും കാണാനില്ല. ചിത്തിൻ്റെ തേടി വന്നിട്ട് നമുക്ക് 5-6 പച്ചക്കാ നിൽക്കുന്ന അതിലും കാണാൻ പറ്റും കേട്ടോ. ഒരു പഴുത്താഴായി പറിച്ച് വായിലിട്ട് ചവയ്ക്കാമായിരുന്നു. ഈ പച്ച വായിലിട്ട് ചവച്ചാൽ ഭയങ്കര ചവർപ്പാണേ. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഉദ്യമത്തിന് മുതിരുന്നില്ല. ഇവിടെ കുറച്ച് കൊച്ചു മരങ്ങളൊക്കെ നിൽക്കുന്ന കാണാം. ഇതിൻ്റെ അപ്പുറം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് മാറിയപ്പോഴേ കാറ്റിന് ഇച്ചിരി ഫോഴ്സ് കൂടിയതുപോലെ പോലെ ഉണ്ട്. കാറ്റിൻ്റെ സൗണ്ട് കേൾക്കത്തില്ലേ? അതിന് കൂടെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാവോ? എന്തായാലും ആ സൈഡിനും ഈ സൈഡിനുമാണ് കാറ്റുള്ളത്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കാറ്റില്ല. അതുകൊണ്ട് നമ്മൾ സെൻറ്റർ ഭാഗത്ത് സംസാരിക്കുകയാണെങ്കിൽ നല്ലതായിട്ട് കേൾക്കാം. അപ്പുറം ഇപ്പുറം സൈഡിൽ പോയി സംസാരിച്ചാൽ അത്ര വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റില്ല. ഇവിടെ ഒരു കാഴ്ച കാണുന്നുണ്ട്. ഇതിൻ്റെ മറുപുറം എന്താണോ? അയ്യോ, ഇതൊന്നും ചിന്തിക്കാൻ പോലും മേല കേട്ടോ. നോക്കിയൊക്കെ വന്നില്ലെങ്കിലേ അഗാധമായ ഗർത്തമാണ് അങ്ങ് താഴോട്ട്. കണ്ട് ഇവിടെ നോക്കിയിട്ട് എൻ്റെ പേടിയാവുന്നു. നമ്മൾ നേരത്തെ ഇവിടെ പക്ഷികൾ പറക്കുന്ന കാണാവേ, ഊളിയിട്ട് താഴോട്ട് പോകുന്ന കാണാം. നേരത്തെ ഒരു പക്ഷി താഴോട്ട് ഊളിയിട്ട് പോകുന്ന കണ്ടായിരുന്നേ. ഈ പുല്ല് കണ്ടോ, ഇതെല്ലാം നല്ല കുത്തു ചെരുവിലാണ് നിൽക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു പേടിയാവുന്നുണ്ട്. ഇനി അധികം മുന്നോട്ട് പോകാൻ ഒരു ധൈര്യം വരുന്നില്ല കേട്ടോ. പക്ഷിപാതാളത്തിൻ്റെ ആഴ്ച കണ്ടോ. ഇതിൻ്റെ അങ്ങേ സൈഡ് ഇങ്ങേ സൈഡ് എല്ലാം പക്ഷിപാതാളമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ ഒരു പക്ഷി പറക്കുന്ന കണ്ടു, അതിപ്പോൾ പറക്കുന്നത് കാണുന്നില്ല. വൈകുന്നേരങ്ങളിലൊക്കെയാണ് ആ ഒരു കാഴ്ച നമുക്ക് നന്നായി കാണാൻ സാധിക്കുക. അങ്ങ് ദൂരെ ഇല്ലിക്കക്കല്ലും കാണാം. ഇവിടെ എവിടെ നോക്കിയാലും ഇല്ലിക്കക്കല്ല് കാണാം കേട്ടോ. ഇതൊരു തറ കെട്ടിയിട്ടേക്കുന്നതാണ്. ഇത് എന്തിനാണെന്ന് അറിയത്തില്ലല്ലോ. ഇതുപോലെ കുരിശടിയോ മറ്റോ ഉണ്ടായിരുന്നാണോ? എന്തായാലും ഇവിടെ ഇട്ട് തീ കത്തിക്കുന്നുണ്ട്. ഇവിടെ തീ ചാരവും അതുമൊക്കെ കിടപ്പുണ്ടേ. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയാൽ പാറയൊക്കെയാണ് അങ്ങോട്ട് പോയാൽ കാണുന്നത്. പിന്നെ ഈ സൈഡെല്ലാം ഇങ്ങനെ തുരുത്ത് പോലെ നിൽക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അടിവശം എല്ലാം ഭയങ്കര ഗർത്തങ്ങളാണ്. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് ഒത്തിരി പോയിട്ട് കാര്യമില്ല. വീണ്ടും അപ്പുറത്തെ സൈഡിലോട്ട് മാറുമ്പോൾ കാറ്റ് തുടങ്ങി കേട്ടോ. കൂട്ടുകാരെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളാരും ഇവിടെ ഒറ്റയ്ക്ക് വരരുത് കേട്ടോ. ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് ഭയങ്കര അഗാധമായ ഗർത്തമാണ്. അവിടേക്ക് നമ്മൾ കയ്യോ കാലോ തന്നെ ഓരോ കല്ലൊക്കെ ചവിട്ടുന്ന കല്ല് തെറ്റിപ്പോയാലും മതി. താഴെ പോയാൽ നമ്മുടെ നിലവിളി കേൾക്കാനോ നമ്മളെ രക്ഷിക്കാനോ ഒന്നും ആരും ഉണ്ടാവില്ല. വെച്ചാൽ അതിൻ്റെ അടിക്കണക്കോ മീറ്റർ കണക്കോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും താഴ്ചയിലാണ് ആ ഗർത്തങ്ങളുള്ളത്. അതുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ കൂട്ടുകാരുമായൊക്കെ വരുന്നതായിരിക്കും നല്ലത്. കൂട്ടുകാരുമായിട്ട് വന്നാൽ പോലും വളരെയധികം ശ്രദ്ധിച്ച് ഇവിടെയൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം കേട്ടോ. സംഭവം കണ്ടിട്ടേ ആദ്യം ഞാൻ വിചാരിച്ചു എന്തോ നിൽക്കുന്നതാണെന്ന് വിചാരിച്ചേ. ഇതൊരു പാറക്കെട്ടാണ്. ദൂരെ നോക്കുമ്പോൾ എന്തോ ഒരു കാട്ടുമൃഗത്തിൻ്റെ മാതിരിയുണ്ട് അല്ലേ. ഇവിടെ നിന്നാണ് കുറേ തുണിയെല്ലാം കൂടെ കൊണ്ടിട്ടിരിക്കുന്നത്, വെട്ടു തുണിയും. പക്ഷേ ഇവിടെ എല്ലാം വേസ്റ്റ് കൊണ്ടിരുന്നുണ്ട് കേട്ടോ. ഈ മലനിരകളിലെല്ലാം ഇങ്ങനെ വേസ്റ്റ് ഒന്നും കൊണ്ട് ഇടരുത് എൻ്റെ പൊന്നെ. ഇവിടെ എല്ലാം നശിച്ചു പോവും. അപ്പോൾ ഇനിയിപ്പം ഇവിടെ ഒരുപാട് കാഴ്ചകളില്ല.
നമുക്കിനിയിപ്പം എല്ലാം താഴോട്ട് ഇറങ്ങാം. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരുപാട് ആൾക്കാർ കയറി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പക്ഷിപാതാള കാഴ്ചകൾ ഏകദേശം ഇതൊക്കെ തന്നെയാണ്. പക്ഷെ നമുക്ക് താഴെ റോട്ടിൽ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അങ്ങ് താഴേന്ന് കുറച്ച് കാഴ്ചകളൂടെ കാണാനുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് തൽക്കാലം ഈ വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ അങ്ങ് നിർത്താം. പിന്നെ നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്പോസിറ്റായിട്ടാണ് ഇറങ്ങിപ്പോകുന്നത് കേട്ടോ. നമ്മൾ ആദ്യമേ കയറാൻ ഉദ്ദേശിച്ച ആ ഓഫ് റോഡിലേക്ക് തന്നെ വീണ്ടും നമ്മൾ വന്ന് ഇറങ്ങി. അപ്പോൾ നമുക്കിനി ഈ കല്ലിനകത്തോടെ തന്നെ ഉരുണ്ടുരുളം കല്ലിനകത്തോടെ തന്നെ താഴോട്ട് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥയാണ് കാണുന്നത്. ഇതുകൊണ്ട് ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടോ, ഇതിനകത്തോടെ ജീപ്പ് കയറി വരുന്നത്. ഓ എന്നാ ഒരു ഇതാന്ന് നോക്കി. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചു വന്നു കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ ഒരു കാറ് കിടപ്പുണ്ടായിരുന്നു. ആ കാർ ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ മുകളിലുള്ള ആൾക്കാർ പോയിട്ടില്ല. നമ്മുടെ സാരഥി ഇവിടെ ഇരിപ്പുണ്ട്. അത് വാഗമണിലേക്കുള്ള റോഡാണ് കേട്ടോ. ഇവിടെ മനോഹരമായൊരു വളവുണ്ടേ, ഇതുണ്ടോ. ഈ വളവിൽ നിന്നാൽ നമുക്ക് ഇല്ലിക്കക്കല്ലിൻ്റെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിട്ട് ഇവിടുന്ന് കാണാൻ സാധിക്കും. പക്ഷെ നല്ല വെയിലായതുകൊണ്ട് ഇവിടെ രാവിലത്തെ കാഴ്ചകളാണ് ഏറ്റവും ഭംഗിയുള്ളത്. ഇതിലേ നമുക്ക് നോക്കിയാൽ താഴേന്ന് വരുന്ന വാഹനങ്ങളൊക്കെ കാണാൻ സാധിക്കേ. ഇവിടെ കൊണ്ട് റോഡ് കുറച്ച് പോക്കാണ്. അതാണ് വണ്ടിയൊക്കെ വന്നങ്ങനെ സ്റ്റക്കായി പോകുന്നു കേട്ടോ. ഓ ഇവിടെ ട്രാഫിക് ജാമോ. നേരത്തെ കയറിപ്പോയത് കൊണ്ടോ ആ മലയുടെ ആ ചെരുവിലായിരുന്നു കേട്ടോ. അതിൻ്റെ അങ്ങേ സൈഡാണ് ഈ വലിയ പാതാളം പോലത്തെ കുഴിയൊക്കെ ഉള്ളത്. അങ്ങേ സൈഡിൽ തീ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ എല്ലാം പുക വരുന്നുണ്ടോ. പുല്ല് ഉണങ്ങി നിൽക്കുന്നതുകൊണ്ട് തീ ഇടും ഇവർ. ഇവിടെ എല്ലാം വെറും പാറക്കെട്ടുകളാണ്. ഇവിടെ മറ്റൊന്നും കാണാനില്ല. കുറേ പുല്ലും പാറക്കെട്ടും. പക്ഷേ അതിന് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കെട്ടിടങ്ങൾ പണിതിട്ടിരിക്കുന്ന കാണാവേ. പക്ഷേ ആരുമില്ല. അത് ഈ വഴി, ഇതിലൊരു വഴിയുണ്ട്. ആ വഴിക്ക് അങ്ങോട്ട് പോയാലും കാണാം. നമ്മളാ ദൂരെ കാണുന്നുണ്ടോ, നമ്മുടെ ആ പക്ഷിപാതാളം മെയിനായിട്ടുള്ള ഭാഗത്തൊക്കെ തീ ഇട്ടിരിക്കുവാണ്. തീയും പുകയാണ് അവിടെ. ഇപ്പുറത്തെ ഇല്ലിക്കക്കല്ല് കാണാം. ഇല്ലിക്കല്ലിൻ്റെ ഇങ്ങേ സൈഡ് ചോനമലയാണ്. ചോനമലയിൽ കൂടെ ഒരു പുതിയ റോഡ് ഇല്ലിക്കക്കല്ലിലേക്ക് പണിതിട്ടുണ്ട്. പക്ഷേ അത് പകുതി വരെ ആയിട്ടുള്ളൂ. അങ്ങ് വരെ മുകളിലേക്കില്ല. അതിലെ വേണേൽ നമുക്ക് കുറേ നടന്ന് കയറി പോകാവുന്ന വഴിയൊക്കെ ഉണ്ട്. അത്രേ ഉള്ളൂ. അതും ഭയങ്കര റിസ്ക്കാണ്. വാഗമണിലേക്ക് വിരുന്ന് വരുന്ന സഞ്ചാരികൾ. ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്. നമുക്ക് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് മുന്നോട്ട് പോകാം കേട്ടോ. നല്ല വെയിലാണ് താഴെ ഇറങ്ങിയപ്പോൾ.